Welcome dear students. Today we will be continuing third module decision making and organizing. Today we are going to see what is meant by authority and power, as well as we will be also discussing what are the differences between authority and responsibility. Authority refers to the powers and rights entrusted to a person to perform a work delegated. Authority is the right of one person to require another to fulfill specific duties. So, in that sense, we can see that when a responsibility or duty is assigned to a particular subordinate, he must be given sufficient authority or power to perform the duty. So, delegation of responsibility is followed by delegation of authority. Authority is a legal or rightful power, a right to command or right to act. It is a power to command others to do or not to do certain things. So, authority എന്ന് പറയുന്നത് ഒരു മാനേജർക്കോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കോ എൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് റൈറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പവേഴ്സിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ പവേഴ്സും റൈറ്റ്സും യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ വർക്ക് ഡെലഗേറ്റ് ചെയ്യാം. ഡെലഗേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി സഫീഷ്യൻ്റ് ആയിട്ടുള്ള റൈറ്റും പവറും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഹി ഹാവ് സഫീഷ്യൻറ്റ് authority. So authority is the right of one person to require another to fulfill specific duty. മറ്റൊരു വ്യക്തിയെ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കേസിലാണെങ്കിൽ ഒരു സബോർഡിനേറ്റിനെ കൊണ്ട് ഒരു സുപ്പീരിയറായ മാനേജർക്ക് മറ്റ് പല വർക്കുകളും അല്ലെങ്കിൽ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസൊക്കെ പെർഫോം ചെയ്യിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ അധികാരമായിട്ടുള്ള ഒരു പവറിനെയാണ്, ആ ഒരു അധികാരത്തെയാണ് എന്ത് പറയുന്നത് അതോറിറ്റി എന്ന് വിളിക്കുന്നത്. It is a power to command others to do or not to do certain things necessary for realizing the objectives of the firm. It refers to the right to make decisions and to get the decisions carried out. Without authority, a manager ceases to be a manager. ഓരോ മാനേജർക്കും സഫീഷ്യൻ്റ് ആയിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ടാവണം. സഫീഷ്യൻ്റ് അതോറിറ്റി ഒരു മാനേജർക്ക് ഇല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഹീ കനോട്ട് എഫിഷ്യൻ്റ്ലി മാനേജ് ഹിസ് സബോർഡിനേറ്റ്സ്. സോ let's see one definition in your textbook by Simon. Authority may be defined as the power to make decisions which guide the actions of others. It is a relationship between two individuals, one superior and the other subordinates. Authority എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ, അവരുടെ ആക്ഷൻസിനെ ഗൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ ഒരു പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതോറിറ്റി എന്ന് വിളിക്കുന്നത്. അതോറിറ്റിയിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ടു ഇൻഡിവിജ്വൽസ് ആരൊക്കെ ആയിരിക്കും, സുപ്പീരിയർ ആൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. സം characteristics of authority are: first one is there is existence of right and authority. This places the manager in a position to regulate the behavior of his subordinates to act or not to act in certain ways. Characteristics of authority ഫസ്റ്റ് പോയിന്റ് ആണ് എക്സിസ്റ്റൻസ് ഓഫ് റൈറ്റ് ആൻഡ് അതോറിറ്റി. അതോറിറ്റി പൊസസ് ചെയ്യുന്ന ഒരു പേഴ്സണ് ഒരു സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് റൈറ്റ് അല്ലെങ്കിൽ അധികാരം ഉണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാനോ ചെയ്യിക്കാതിരിക്കാനുള്ള അധികാരം ഒരു അതോറിറ്റി പൊസസ് ചെയ്യുന്ന മാനേജർക്ക് എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവും. സെക്കൻഡ് വൺ ഈസ് അതോറിറ്റി ഗിവൻ ടു എ മാനേജർ ഇസ് ലീഗൽ ആൻഡ് ലെഗിറ്റിമേറ്റ്. ഇറ്റ് ഇസ് സപ്പോർട്ടഡ് ബൈ ട്രഡീഷണൽ ലോ ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓതൻറ്റിസിറ്റി. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെജിസ്ട്രേഷൻ ലോ അല്ലെങ്കിൽ റൂൾ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഒരു മാനേജർക്ക് സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് അതോറിറ്റി കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ അതോറിറ്റി ഗിവൻ ടു എ മാനേജർ ഇസ് ലീഗൽ ഓർ ലെഗിറ്റിമേറ്റ്. സെക്കൻഡ് വൺ അതായിരുന്നു. തേർഡ് വൺ ആണ് അതോറിറ്റി ഈസ് ഫോർമൽ. ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് റൈറ്റിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് വിളിക്കുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻസ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊന്നും അതോറിറ്റി നമ്മൾ എക്സസൈസ് ചെയ്യില്ല. സോ അതോറിറ്റി ഈസ് എ ഫോർമൽ വൺ. ദെൻ അതോറിറ്റി ഈസ് എക്സസൈസ്ഡ് ബൈ മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് സീയിങ് ദാറ്റ് ദേ ആർ ക്യാരിഡ് ഔട്ട്. ഡിസിഷൻ മേക്കിംഗ് പവറിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത്. സഫീഷ്യൻറ്റ് ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ഒരു മാനേജർക്കില്ലെങ്കിൽ അയാൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും.
The authority or rights enjoyed by a position is not unlimited. It means that ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അതോറിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ഓവറായിട്ട് നമ്മൾ അതോറിറ്റി ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ ദാറ്റ്സ് വൈ അതോറിറ്റി റൈറ്റ് എൻജോയ്ഡ് ബൈ ഈച്ച് ആൻഡ് എവറി മാനേജർ ഇസ് ഓൾവേസ് ലിമിറ്റഡ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള അതോറിറ്റിയോ റൈറ്റോ ഒരു മാനേജർക്കോ ഒരു വ്യക്തിക്കോ നമ്മൾ കൊടുക്കില്ല. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്. അതോറിറ്റിയിൽ ആക്ച്വലി രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഇൻഡിവിജ്വൽസ് ആരൊക്കെ ആയിരിക്കും? വൺ സുപ്പീരിയർ ആൻഡ് ഹിസ് സബോർഡിനേറ്റ്. സോ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പാണ് ഒരു അതോറിറ്റിയിൽ മെയിൻലി ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ, അതോറിറ്റി ഈസ് ദ കീ ടു മാനേജീരിയൽ ജോബ്. ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു മാനേജർക്ക് അത്യാവശ്യമായിട്ട് അയാളുടെ മാനേജീരിയൽ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് പവർ ഓർ അതോറിറ്റി. നെക്സ്റ്റ് ഇസ് അതോറിറ്റി ഈസ് യൂസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് ആസ് വെൽ ആസ് ദ യൂസ് ഓഫ് അതോറിറ്റി മേ കൺട്രോൾ ദ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ. ഇപ്പോൾ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ കുറച്ച് ആളുകൾ വളരെ നെഗറ്റീവായിട്ടാണ് പോകുന്നതെങ്കിൽ മാനേജർക്ക് അയാളുടെ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് അതോറിറ്റി യൂസ് ചെയ്തുകൊണ്ട് ആ ബിഹേവിയർ നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ആൻഡ് one more point is important regarding authority, that is authority can be delegated. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ വാട്ട് പർപ്പസ്? അതുകൊണ്ട് മാത്രമായിരിക്കും ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ഡ്യൂട്ടിയോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയോ കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ രീതിയിൽ ആ ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. റെസ്പോൺസിബിലിറ്റി മാത്രം നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ആ പെർട്ടിക്കുലർ ഡ്യൂട്ടി അല്ലെങ്കിൽ ടാസ്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് അതോറിറ്റിയും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. സോ ദാറ്റ് ഈസ് വാട്ട് കോൾഡ് അതോറിറ്റി. നെക്സ്റ്റ് ടേം ഇസ് പവർ. The term power is often considered similar to authority, but they are different. Actually, പവറും അതോറിറ്റിയും ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, ബട്ട് അതിൻ്റെ ആക്ച്വൽ മീനിങ് ഡിഫറെൻ്റ് ആണ്. Power may be defined as the capacity to exert influence on the behavior of other individuals. അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാതിരിക്കുക, ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ, ആ ഒരു രീതിയിലാണ് നമ്മൾ അധികാരം അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത്. പവർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസ്, സബോർഡിനേറ്റ്സ്, എംപ്ലോയീസ്, അവരുടെയൊക്കെ ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. ദ എസൻസ് ഓഫ് പവർ ഇസ് ടു കൺട്രോൾ ഓവർ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. സോ വി ക്യാൻ സേ ദറ്റ് പവർ ഇസ് എ ബ്രോഡർ കോൺസെപ്റ്റ് ദാൻ അതോറിറ്റി. A manager's power can be measured in terms of his ability to give rewards, punish individuals, withdraw rewards, etc. ഒരു വ്യക്തിക്ക് നമ്മൾ എന്തൊക്കെ രീതിയിൽ റിവാർഡ്സ് കൊടുക്കുന്നു ഒരു ഓർഗനൈസേഷനിൽ, അതുപോലെ എന്തൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു, ഏതെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ ആക്ഷൻസ് എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാളുടെ ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റീനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? പവർ എന്ന് വിളിക്കാം. സോ പവറിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നത് പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വ്യക്തിയുടെ ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ എന്താണ് അതോറിറ്റി, എന്താണ് പവർ നമ്മൾ നോക്കി. ഇതിൻ്റെ മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതോറിറ്റി റെപ്രസെൻറ്റ്സ് എ റൈറ്റ് ടു ഡു സംതിങ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് റൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. പവർ മീൻസ് ഡിനോട്ട്സ് ദ എബിലിറ്റി ടു സംതിങ്. ഒരു കാര്യം ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡെസിഷൻ മേക്കിംഗ് പവറിനെയാണ് നമ്മൾ നോർമലി പവർ എന്ന് വിളിക്കുന്നത്. ദെൻ അതോറിറ്റി റിസൈഡ്സ് ഇൻ എ പൊസിഷൻ ഹെൽഡ് ബൈ എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ പൊസിഷൻ അനുസരിച്ചിരിക്കും അയാൾക്ക് കൊടുക്കുന്ന അതോറിറ്റിയുടെ എമൗണ്ട്. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി പൊസിഷൻ ഹെൽഡ് ബൈ എ പേഴ്സൺ. ഇനി പവർ റിസൈഡ്സ് ഇൻ ദ പേഴ്സൺ ഹൂ എക്സസൈസ് ഇറ്റ്. പവർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ അനുസരിച്ചിരിക്കും അയാൾ എത്രത്തോളം പവറാണ് എക്സസൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ അധികം പവർ എക്സസൈസ് ചെയ്യേണ്ടി വരില്ല, ബട്ട് ചില സിറ്റുവേഷൻസിൽ നെഗറ്റീവ് ബിഹേവിയർ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നോ സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് കൂടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അത്രത്തോളം തന്നെ പവർ എക്സസൈസ് ചെയ്യേണ്ടി വരും. സോ ഒരു വ്യക്തിയെ അനുസരിച്ചിരിക്കും
പവർ എത്രയാണെന്നുള്ള കാര്യം. ബട്ട് ഒരു വ്യക്തി ഹെൽഡ് ചെയ്യുന്ന പൊസിഷനനുസരിച്ചിരിക്കും അതോറിറ്റി അയാൾ എത്രത്തോളം എക്സസൈസ് ചെയ്യണം എന്നുള്ള കാര്യം. നെക്സ്റ്റ് വൺ ഇസ് അതോറിറ്റി ഈസ് പൊസിഷണൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് കൺഫോണ്ട് ഓൺ പൊസിഷൻ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പൊസിഷൻ ബേസ്ഡ് ആണ് അതോറിറ്റി. whereas power is personal, that is it is acquired by a person through personal qualities and political means. ചിലപ്പോൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ മീൻസിലൂടെയോ അതല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അയാൾ എക്സസൈസ് ചെയ്യുന്ന പവറിൽ അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് പവറിൽ ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അതോറിറ്റി ഇസ് ഓൾവേസ് ഫ്ലോസ് ഡൗൺവേർഡ് ആൻഡ് ക്യാൻ ബി ഡെലഗേറ്റഡ്. അതോറിറ്റി ഡൗൺവേർഡ്സ് ആയിരിക്കും നമ്മൾ പോകുന്നത്, അതെപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഡെലഗേറ്റ് ചെയ്ത് മറ്റൊരു പേഴ്സണിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. whereas power flows in all directions and so cannot be delegated. ഏത് ഡയറക്ഷനിലേക്കും നമുക്ക് പവർ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ പവർ ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. പവറും കൂടെ നമ്മൾ സബോർഡിനേറ്റ്സിനും ബാക്കിയുള്ള ലോവർ ലെവൽ എംപ്ലോയീസിനൊക്കെ ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺട്രോളും ഓർഗനൈസേഷനിലും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിലും ഉണ്ടാവാൻ സാധിക്കില്ല. സോ പവർ നമ്മൾ ഒരിക്കലും ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. നെക്സ്റ്റ്, അതോറിറ്റി ഈസ് വിസിബിൾ ഫ്രം ഓർഗനൈസേഷൻ ചാർട്ട്. എന്താണ് ഓർഗനൈസേഷൻ ചാർട്ട് നമ്മൾ പഠിക്കും. ഒരു ഓർഗനൈസേഷൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓരോ ലെവൽസിലും എത്രത്തോളം അതോറിറ്റിയാണ് മാനേജേഴ്സിന് കൊടുത്തിരിക്കുന്നത്, ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബട്ട് ഈ ഓർഗനൈസേഷൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഓരോ ലെവലിലുള്ള മാനേജേഴ്സ് എക്സസൈസ് ചെയ്യുന്ന പവേഴ്സ് എത്രയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. സോ പവർ ഇസ് നോട്ട് വിസിബിൾ ഫ്രം ഓർഗനൈസേഷണൽ ചാർട്ട്. ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്ന ടേം ഓർത്തിരിക്കുക, നമ്മളത് എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ്, അതോറിറ്റി ഈസ് ഓൾവേസ് ലെഗിറ്റിമേറ്റ് ബട്ട് പവർ മേ നോട്ട് ബി ഓൾവേസ് ലെഗിറ്റിമേറ്റ്. എന്ന് പറയുമ്പോൾ ലീഗലായിട്ടുള്ളൊരു കാര്യമാണ് അതോറിറ്റി, അല്ലെങ്കിൽ ഫോർമലി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരു റൈറ്റിനെയാണ് അതോറിറ്റി എന്ന് വിളിക്കുന്നത്. ബട്ട് പവർ എപ്പോഴും ലീഗലായിട്ട് തന്നെ എക്സസൈസ് ചെയ്യണം എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും പവർ കൂട്ടണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ മാനേജറും ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സോ അതുകൊണ്ട് തന്നെ പവർ ഇസ് മോർ എ ബ്രോഡർ കോൺസെപ്റ്റ് ആൻഡ് അതോറിറ്റി. കാരണം പവറിലൂടെ നമുക്ക് ഒരു വ്യക്തിയുടെ ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. ദെൻ അതോറിറ്റി ഇസ് ദ റൈറ്റ് ടു അലൊക്കേറ്റ് റിസോഴ്സസ്. ഇറ്റ് ഈസ് ദ whereas പവർ ഇസ് ദ എബിലിറ്റി ടു കൺട്രോൾ ദി റിസോഴ്സസ്. ഒരു ഓർഗനൈസേഷനുള്ള റിസോഴ്സസ് ഏതൊക്കെ രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് നമ്മൾ അതോറിറ്റിയിലൂടെ മെയിൻ ഡിസിഷൻസ് എടുക്കുന്നത്. whereas പവർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ആ റിസോഴ്സസ് എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഓവറായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻസ് നടക്കുന്നുണ്ടോ, ഏതെങ്കിലും തെറ്റുകൾ നടക്കുന്നുണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓരോ റിസോഴ്സിനെയും കൺട്രോൾ ചെയ്യാം. മെയിൻലി ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുന്ന റൈറ്റ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് responsibility. Responsibility, in the words of Allen, means that is the work assigned to a position or function. ഒരു സബോർഡിനേറ്റിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വർക്കിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. റെസ്പോൺസിബിലിറ്റിയുടെ കോൺസെപ്റ്റ് ആക്ച്വലി രണ്ട് രീതിയിലാണുള്ളത്. റെസ്പോൺസിബിലിറ്റി ആസ് എ ഡ്യൂട്ടി ഓർ ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് ആൻ ഒബ്ലിഗേഷൻ. റെസ്പോൺസിബിലിറ്റി ആക്ച്വലി ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ടാസ്ക് ആയിട്ടാണ് ഫസ്റ്റ് കോൺസെപ്റ്റിൽ കാണുന്നത്. Because some management scholars define responsibility as a duty or task assigned to a subordinate by virtue of his position in the organization. Hence, responsibility is the duty to which a person is bound by reasons of his status or task. Such responsibility implies compliance with directives of a person making the initial delegation. Responsibility എന്ന് പറയുന്നത് ഫസ്റ്റ് കോൺസെപ്റ്റിൽ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ടാസ്ക്കാണ്. അതായത് ഇപ്പോൾ ഞാൻ ഹെൽഡ് ചെയ്യുന്ന പൊസിഷൻ, ഞാനൊരു ലോവർ ലെവൽ മാനേജറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സബോർഡിനേറ്റാണ്. സോ ഒരു ലോവർ ലെവൽ എംപ്ലോയിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഹെൽഡ് ചെയ്യുന്ന ആ പൊസിഷൻ അനുസരിച്ച് എനിക്ക് കിട്ടുന്ന വർക്കുകൾ അല്ലെങ്കിൽ ടാസ്ക് ഡ്യൂട്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെയാണ് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾക്കാണ് ഞാൻ എന്തായിട്ടുള്ളത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ആൻസറബിൾ ആയിട്ട് ഉള്ളത്. സോ ഇൻ ദാറ്റ് കോൺസെപ്റ്റ് വി ക്യാൻ സേ ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് എ ഡ്യൂട്ടി ഓർ ടാസ്ക്. സോ ഒരാൾ ഹെൽഡ് ചെയ്യുന്ന പൊസിഷൻ അനുസരിച്ച് നമുക്ക് റെസ്പോൺസിബിലിറ്റീനെ ഡിഫൈൻ ചെയ്യാം. അനദർ വൺ ഇസ് റിഗാർഡിങ് ഒബ്ലിഗേഷൻ. റെസ്പോൺസിബിലിറ്റി ആസ് ദി ഒബ്ലിഗേഷൻസ്.
Some writers consider responsibility as an obligation of an individual to perform the duties assigned to him. Responsibility may be defined as the obligation of a subordinate to whom duty has been assigned to perform the duty. ഇനി ഞാനൊരു പൊസിഷൻ ഹെൽഡ് ചെയ്യുന്നു, എനിക്ക് ഒരുപാട് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ വർക്കുകൾ കിട്ടി. ഇനി ആ കിട്ടിയിരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ വർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള എൻ്റെ ഒബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ സെക്കൻഡ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്, ആ പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. റെസ്പോൺസിബിലിറ്റി കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് റെസ്പോൺസിബിലിറ്റി ഈസ് ആക്ച്വലി എ ഡ്യൂട്ടി ഓർ ടാസ്ക് ടു ബി പെർഫോം ബൈ എ സബോർഡിനേറ്റ്. ഇതെങ്ങനെയായിരിക്കും ഈ ടാസ്ക് ഡ്യൂട്ടി ആയിട്ട് കിട്ടുന്നത്? അക്കോർഡിംഗ് ടു ദി പൊസിഷൻ ഹെൽഡ് ബൈ ഹിം. വെറാസ് സെക്കൻഡ് കോൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി സേസ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ആൻ ഒബ്ലിഗേഷൻ. ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞ ടാസ്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി പെർഫോം ചെയ്യാനുള്ള അയാളുടെ ഒബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ റെസ്പോൺസിബിലിറ്റി രണ്ട് കോൺസെപ്റ്റാണുള്ളത്, ആസ് എ ഡ്യൂട്ടി ഓർ ടാസ്ക് ആൻഡ് എൻ ഒബ്ലിഗേഷൻ. സോ സം ഫീച്ചേഴ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആർ: responsibility can be assigned to human beings only. Responsibility arises from superior subordinate relationship. Responsibility may be continuing obligation or it may be confined to performance of a single function. Responsibility എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന് മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്സിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ലിഗേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഒബ്ലിഗേഷൻ ആയിരിക്കാം. ചില കേസിൽ സിറ്റുവേഷനിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി തീർന്നു. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. സോ ചില ഓർഗനൈസേഷൻസിൽ സബോർഡിനേറ്റ്സിന് റെസ്പോൺസിബിലിറ്റി ഒരൊറ്റ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ, സിംഗിൾ ഫംഗ്ഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ തീരുന്നു. ബട്ട് ചില സിറ്റുവേഷൻസിൽ, ചില ഓർഗനൈസേഷൻസിൽ ദ ഒബ്ലിഗേഷൻ ഇസ് കണ്ടിന്യൂസ്. സോ റെസ്പോൺസിബിലിറ്റിയും കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയേണ്ടി വരും. സോ റെസ്പോൺസിബിലിറ്റി ഇസ് ആൻ അബ്സല്യൂട്ട് ആൻഡ് കനോട്ട് ബി ഡെലഗേറ്റഡ്. എനിക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി, ടോപ്പ് ലെവൽ മാനേജർ ആയിരിക്കും എനിക്ക് സഫീഷ്യൻ്റ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡെലഗേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന ലോവർ ലെവൽ സബോർഡിനേറ്റ് ആയ അല്ലെങ്കിൽ എംപ്ലോയി ആയ എനിക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഞാൻ ഒരിക്കലും ഡെലഗേറ്റ് ചെയ്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കരുത്. ഐ ആം ദി ഫൈനൽ ആൻസറബിൾ പേഴ്സൺ ടു മൈ സുപ്പീരിയർ. അതുകൊണ്ട് തന്നെ ഫൈനൽ റെസ്പോൺസിബിലിറ്റി ആ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന സബോർഡിനേറ്റർ തന്നെയായിരിക്കും. അത് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ പാസ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്. കാരണം നമ്മൾ എല്ലാ റിപ്പോർട്ടുകളും സബ്മിറ്റ് ചെയ്യേണ്ടത് ആർക്കായിരിക്കും? ടോപ്പ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്. അപ്വേർഡായിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷനാണ് ആക്ച്വലി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ്സ് അക്കൗണ്ടബിലിറ്റി. എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടബിലിറ്റി ഈസ് നത്തിങ് ബട്ട് ആൻസറബിലിറ്റി. ഞാൻ ചെയ്തു തീർക്കേണ്ട ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കുന്നു, അതിന് ആൻസർ ഞാൻ പറയണം, അല്ലെങ്കിൽ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഞാനായിരിക്കും. സോ ആ ഒരു ആൻസറബിലിറ്റിയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് പറയാം അതോറിറ്റിയിൽ നിന്നാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്, റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് എന്ത് വരുന്നത്, അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ആൻസറബിലിറ്റി എന്ന് പറയുന്ന സിറ്റുവേഷൻസ് വരുന്നത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. Authority is the right of a manager to command his subordinates and use organizational resources. Authority എന്ന് പറയുന്നത് ഒരു മാനേജർക്ക് അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിനെ കമാൻഡ് ചെയ്യാനുള്ള ഒരു അധികാരത്തെയും അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ റിസോഴ്സസ് എഫിഷ്യൻ്റായിട്ട് വളരെ ഇക്കണോമിക്കൽ വേയിൽ യൂസ് ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു അധികാരത്തെയാണ് അതോറിറ്റി എന്ന് വിളിക്കുന്നത്. വെറാസ് റെസ്പോൺസിബിലിറ്റി റെപ്രസെൻറ്റ്സ് ദ ഡ്യൂട്ടീസ് ഓർ ടാസ്ക് അസൈൻഡ് ടു എ സബോർഡിനേറ്റ് ബൈ ഹിസ് ബോസ്. ഒരു സുപ്പീരിയർ ആയിട്ടുള്ള മാനേജർ അയാളുടെ സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടിയോ ടാസ്കുകളോ അത് ചെയ്യാനുള്ള അയാളുടെ ആ ഒരു ആൻസറബിലിറ്റി, അക്കൗണ്ടബിലിറ്റിയെ നമുക്ക് എന്ത് വിളിക്കാം, റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കാം. അതോറിറ്റി അറൈസസ് ഡ്യൂ ടു ഫോർമൽ പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഫോർമൽ പൊസിഷനുള്ള മാനേജർ ആയിരിക്കും എപ്പോഴും അതോറിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതോറിറ്റി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, താഴെയുള്ള വ്യക്തിയിലേക്ക് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കാം. Whereas responsibility arises from superior subordinate relationship. Superior subordinate relationship നിന്നാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്.
അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ടു സബോർഡിനേറ്റ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്കൊരു സുപ്പീരിയർക്ക് അല്ലെങ്കിൽ സബോർഡിനേറ്റിൽ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം ഫോർ പെർഫോമിങ് ദി ടാസ്ക്. വരാസ് റെസ്പോൺസിബിലിറ്റി കെ നോട്ട് ബി ഡെലിഗേറ്റഡ് ടു ഓൾ. എനിക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി മറ്റൊരു വ്യക്തിയിലേക്ക് എനിക്ക് ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പാസ് ഓൺ ചെയ്യാനോ ഷിഫ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. അതോറിറ്റീസ് ഓൾവേസ് ഫ്ലോസ് ഡൗൺ വേർഡ്സ് ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ്. സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റ് വരുന്ന ഒരു അധികാരത്തെയാണ് നമ്മൾ അതോറിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഓൾവേസ് ഫ്ലോസ് ഡൗൺ വേർഡ്സ്. ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾവേസ് മൂവ് അപ്വേർഡ് ഡയറക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷൻഷിപ്പ്. കാരണം സബോർഡിനേറ്റ് ഈസ് ഓൾവേസ് ആൻസറബിൾ ടു ഹിസ് സുപ്പീരിയർ. സോ അതിൻ്റെ ഫ്ലോ എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ ആയിരിക്കും. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായി അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി ആൻസറബിലിറ്റി ഓഫ് എ subordinate to his superior. We can say that answerable to render a performance. Accountability is the obligation to carry out the responsibility and exercise the authority in terms of the performance standards. Accountability comes into existence when a person accepts the obligation to perform the assigned task. ഒരു സബോർഡിനേറ്റ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. വൺസ് എ സബോർഡിനേറ്റ് ഇസ് അസൈൻഡ് എ ഡ്യൂട്ടി ആൻഡ് ഗീവൻ ദി നെസസറി അതോറിറ്റി ടു കംപ്ലീറ്റ് ഇറ്റ്, ഹീ ഈസ് ബിക്കം ആൻസറബിൾ ഫോർ ദാറ്റ് റിസൾട്ട്സ്. ആ ആൻസറബിലിറ്റീനെയാണ് എന്ത് വിളിക്കുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് അക്കൗണ്ടബിലിറ്റി ഈസ് ദ ആൻസറബിലിറ്റി ടു റെൻഡർ അക്കൗണ്ട് ഓഫ് എ പെർഫോമൻസ്. Responsibility arises from authority while accountability arises from responsibility. So ഈ ഒരു 3 ടേംസും ആക്ച്വലി കണക്റ്റഡ് ആണ്. മറന്നു പോകരുത് നിങ്ങൾ. റെസ്പോൺസിബിലിറ്റി അറൈസസ് ഫ്രം അതോറിറ്റി വൈൽ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ആൻസറബിലിറ്റി അറൈസസ് ഫ്രം റെസ്പോൺസിബിലിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു സോ മച്ച്.